അപ്പോൾ ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥി എന്നറിയുന്നതിനകത്ത് ഒരു സന്തോഷമുണ്ട്. കാരണം എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എനിക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റുന്നു എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട്. പിന്നെ CPM അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ, അതായത് CPM-ൻ്റെ റാങ്ക് ആൻഡ് ഫയൽ നിൽക്കുന്ന ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനകത്ത് വ്യക്തിപരമായി വലിയ സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ, ഞങ്ങൾക്കെല്ലാവർക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. സംസ്ഥാനത്തിനകത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓറയിലാണ്, അതുകൊണ്ട് അത് ഭരണവിരുദ്ധ വികാരമല്ല ചർച്ച ചെയ്യപ്പെട്ടത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? അത് സ്വതന്ത്രനെ മത്സരിച്ച ആ സ്ട്രാറ്റജി പാളിപ്പോയതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? മറ്റൊരു പാർട്ടിയിൽ നാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനെ ജനങ്ങൾ അംഗീകരിക്കാത്തതാണ്. ഇത്തവണ ഇതൊന്നും പറയാൻ കഴിയില്ലല്ലോ. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പ്രദേശക്കാരനാണ് എന്ന് അവരവകാശപ്പെടുന്ന ആൾ, അങ്ങനെ ഒരാൾ തന്നെ മത്സരിച്ചിട്ട് ആ ആൾ പരാജയപ്പെടുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കും സർക്കാരിനും പങ്കില്ല, ഇത് പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരവും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ സന്തോഷം ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങളല്ലെങ്കിൽ വിചാരിക്കുന്നത് ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെതിരെ CPM സ്ഥാനാർത്ഥിയെ നിർത്താതെ ഞങ്ങൾ ഈസി വാക്ക് ഓവറിൽ ഒറ്റയ്ക്ക് ജയിച്ച് നോമിനേഷൻ കൊടുത്തിട്ട് ജയിച്ചു പോകുന്ന രീതിയിട്ടല്ലോ ഞങ്ങൾ മത്സരത്തിനിറക്കിയത്. ഞങ്ങളിവിടെ CPM-ന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ സ്ഥാനാർത്ഥിയാകണം. ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാകണം. അതല്ലാതെ ഊരും പേരും അറിയാത്ത ആരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ബലിയാടാക്കിയിട്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിക്കും സർക്കാരിനും അല്ല ഇതിനകത്ത് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഇനിയും കഴിയില്ലല്ലോ. ഈ പരാജയം അവരംഗീകരിക്കുമല്ലോ. ഈ സ്ഥാനാർത്ഥിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പരാജയം പാർട്ടിയുടെ പരാജയമായിട്ടും സർക്കാരിൻ്റെ പരാജയമായിട്ടും ഇനിയും കൗണ്ട് ചെയ്യാമല്ലോ. ഞങ്ങളും തിരിച്ചംഗീകരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, എപ്പോഴെങ്കിലുമൊക്കെ തോൽവിയുടെ റെസ്പോൺസിബിലിറ്റി കൂടി CPM-ഉം പാർട്ടിയും അതിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ഏറ്റെടുക്കട്ടെ. ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.